ഞാൻ, വിശുദ്ധ കുർബാന കഴിഞ്ഞ ആളുകളെല്ലാം പോയാലും പള്ളിയിൽ നിന്ന് വിട്ടുപോകാത്ത ഞാൻ, ദൈവമേ ഒത്തിരി താഴെയാണ്, ഒത്തിരി താഴെയാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, നീ നിന്റെ ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആത്മാവിലെ ദാരിദ്ര്യർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. നീ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് നീ ആത്മാവിൽ സമ്പന്നനാണെന്നാണ്. എൻ്റെ മകനെ, നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്തിരിക്കുന്നു. നീ ഇനി അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുക. നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ എളുപ്പമായി. നീ ഇതാ സത്യം തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നു. നീ നിന്റെ ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്കിനി നിന്നെ അഭിഷേകം ചെയ്യാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു പാഠമാണ് കർത്താവ് പഠിപ്പിച്ചത്. തിരിച്ചറിയുക. വെളിപാട് പുസ്തകത്തിൽ ദൈവം പറയാം, നീ എത്രമാത്രം നഗ്നനാണെന്ന് തിരിച്ചറിയുക. നിന്റെ നഗ്നത മറയ്ക്കാൻ എന്നോട് ശുഭ്രവസ്ത്രങ്ങൾ വാങ്ങുക. ഇനി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, പട്ടികൾ ആമ്പട്ടിയും തമ്മിൽ ഇണചേരുവോ? നമ്മൾ മാത്രമേ ഉള്ളൂ, ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. ആമ്പട്ടിയും തമ്മിൽ ബന്ധപ്പെടുമോ? ബന്ധപ്പെടുമോ മക്കളെ? ഇല്ല. മനുഷ്യനോ? പട്ടികൾ, ശ്രദ്ധിച്ചോണം, പട്ടികൾ പ്രായമാകാത്ത പട്ടികളെ ദുരുപയോഗിക്കുമോ? ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി പട്ടികൾ പ്രായമാകാത്ത പട്ടിക്കുട്ടികളെ ഉപദ്രവിക്കുമോ? പട്ടികൾ കൊച്ചു പട്ടികളെ ഉപദ്രവിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുമോ? മനുഷ്യനോ? പട്ടികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിലിട്ട് കൊല്ലുമോ? മനുഷ്യനോ? കൊല്ലുമെന്ന് മാത്രമല്ല, അതിന് നിയമം ഉണ്ടാക്കും. ആരെങ്കിലും എതിർത്താൽ, പ്രോലൈഫുകാരനെ വഴിക്കിട്ടിടിക്കാൻ നോക്കിയാൽ ഇടിക്കാൻ പറ്റും. പ്രോലൈഫിന്റെ ജാഥയ്ക്കെങ്ങാനും പോയാൽ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമാണ്. അമേരിക്കയിലെ പ്രോലൈഫ് മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ട്, വിഷമിക്കരുത്. അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. അത് ഈ കുമ്പസാരക്കൂട്ടിൽ ഇവിടെ അവസാനിക്കും. അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റബോധമില്ലാതെ ഇത്രയും വലിയ പാപക്ഷമ എനിക്ക് തന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഇനി നമ്മൾ ജീവിക്കും. നമ്മൾ ഇനി അങ്ങനെ ആരെ കണ്ടാലും നിരുത്സാഹപ്പെടുത്തുകയും കൂടെ ചെയ്യണം. പഴയതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാനല്ല, പുതിയ തീരുമാനമെടുത്ത് നമ്മൾ പട്ടിയുമല്ല മനുഷ്യനുമല്ല, നമ്മൾ ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വളരാൻ പോവുക. നമ്മൾ കർത്താവിൻ്റെ മകനും മകളായിട്ട്. പ്രിയപ്പെട്ട, നിങ്ങൾക്കറിയാവോ, പ്രസിഡന്റ് ബാറാക് ഒബാമയുടെ മക്കള് അമേരിക്കയിലെ ഏതെങ്കിലും തെരുവിലൂടെ കപ്പലണ്ടിയും തിന്ന നടക്കുവോ? ഇല്ല. അവർ പണ്ട് നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇപ്പം നടക്കുകയല്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ അപ്പൻ അമേരിക്കൻ പ്രസിഡന്റാ. ഇംഗ്ലണ്ടിലെ രാജ്ഞി അല്ലെങ്കിൽ രാജാവിൻ്റെ മകൻ റോട്ടിൽ കൂടെ പഴത്തൊലി ഉരിച്ചുരിച്ച് നടക്കുവോ? നടക്കുകയല്ല. അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അവർക്കറിയാം, ഐ ആം ദ ചൈൽഡ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മകനാണ് ഞാൻ. ആ ഡിഗ്നിറ്റി അവൻ്റെ നടപ്പിൽ, അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ. ഈ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് പറയേണ്ട മെസ്സേജ് ഇതാണ്: ഐ എം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. ഐ എം ആൻ എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ് ഓഫ് ഗോഡ്. ഐ എം ആൻ എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ് ഓഫ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ്. ഞാൻ വലിയവനായ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഞാൻ അങ്ങനെയേ ഈ ഭൂമിയിലോടുകൂടെ എൻ്റെ ഓരോ ചുവടുകളും വയ്ക്കത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിമാനത്തോടുകൂടി, ദൈവത്തിൻ്റെ മകനാണെന്നുള്ള അഭിമാനത്തോടുകൂടി, പരിശുദ്ധിയോടുകൂടി, കണ്ണുകൾ പരിശുദ്ധിയിൽ, സംസാരം പരിശുദ്ധിയിൽ, നോട്ടം പരിശുദ്ധിയിൽ, ഇടപെടൽ പരിശുദ്ധിയിൽ, പ്രാർത്ഥന പരിശുദ്ധിയിൽ, ജോലി പരിശുദ്ധിയിൽ, എല്ലാം പരിശുദ്ധിയിൽ. നമ്മളെ കാണുന്നവർ പറയണം, ദാറ്റ് പേഴ്സൺ ഈസ് എ ഡിഫറൻറ്റ് പേഴ്സൺ. ആ വ്യക്തി ചോദിക്കണം, നിനക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണ്? സിസ്റ്ററോട് ചോദിക്കണം, സിസ്റ്ററെ, മറ്റൊരു സിസ്റ്ററിലും കാണാത്തൊരു പ്രത്യേകത ഞാൻ കാണുന്നു. ഒട്ടനെ പറയണം, ജീസസ് ഈസ് ഇൻസൈഡ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ മീ ആൻഡ് അപ്പോൺ മീ. ദാറ്റ്സ് ദ റീസൺ. അതാണ് കാരണം. ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം നമ്മളെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഇരുന്നത് മതിയാക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യ സുവിശേഷം പറയാൻ ഗിഫ്റ്റുള്ള ആളൊന്നുമല്ല. നേരെ രണ്ട് വാക്ക് പറയാൻ അവർക്ക് അറിയത്തില്ല. പേടിച്ചു രണ്ടുപേരെ കണ്ടു കഴിഞ്ഞു. ഡോക്ടറൊക്കെയാണ്. പക്ഷെ അവൾ പറയും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യും. അത് എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജോൺ പോകുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. വേറെ ആരോടും ഒന്നും പറയാനായിട്ടില്ല. രണ്ട്, വിശുദ്ധിയിൽ ജീവിക്കണം, കർത്താവിനെ വേദനിപ്പിക്കാതെ ജീവിക്കണം. നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരെടുക്കേണ്ട തീരുമാനമാണ്, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ ഭൂമിയിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ജോബിന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട്. സാത്താൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് കയറി വരികയാണ്. ദൈവം ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരുന്നു? എന്നാ പറയാനാ, ഞാൻ അമേരിക്കയിൽ പോയി. ദൈവം ചോദിച്ചു, നീ എന്നാ കണ്ട്? എന്നെ കൊണ്ടുവല്ലതും പറയിക്കണോ? ദൈവം പറഞ്ഞു, വേണ്ട. പിന്നെ നീ എവിടെയൊക്കെ പോയി? ഞാൻ യൂറോപ്പിൽ പോയി. അവിടുത്തെ കാര്യം വല്ലതും പറയണ?
അവിടെ ആണും തമ്മിൽ കല്യാണം കഴിച്ച് ഇപ്പോൾ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുകയാണ്. നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ മുഴുവൻ എൻ്റെ അടിമകൾ. നീ ഇന്ത്യയിൽ പോയോ? അയ്യോ, അവിടുത്തെ കാര്യമൊന്നും പറയണ്ട. അവിടെ ആളുകളെ കൊന്നാണ് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലോ അവിടെ ഇന്ത്യക്കാരെ ഓടിച്ച് തടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസിനെ വഴിക്കിട്ട് കണ്ടാൽ തന്നെ അടിയാണ് പറയുന്നത്. എവിടെ ചോദിച്ചിട്ടും ദൈവത്തിന് രക്ഷയില്ല. ദൈവം അവസാനം ഒരു കാര്യം ചോദിച്ചു, നീ ഗൾഫിൽ പോയോ? അവിടുത്തെ കാര്യമൊന്നും പറയണ്ട. വിദേശ രാജ്യത്ത് നിന്ന് പ്ലെയിനിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ കൊണ്ടുവന്ന് ഇറക്കുന്നു. എന്നിട്ട് ദൈവം ഒരു ചോദ്യം അവസാനം ചോദിച്ചു, നീ ദേശത്ത് പോയോ? പിശാച് പറഞ്ഞു, പോയി. Did you see my servant Job, an upright and a holy man? അവിടെ നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അവൻ നിന്റെ അടിമയാണോ? അവൻ നിന്നെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? അവൻ നിന്നെ അനുസരിക്കുന്നുണ്ടോ? അവൻ നിന്റെ കാൽ കീഴിലാണോ? ഇത്ര നേരം അട്ടഹസിച്ചു കൊണ്ടിരുന്ന പിശാചിന്റെ അട്ടഹാസം നിന്നു പ്രിയപ്പെട്ടവരെ. ചിരി അവിടെ നിന്നു. അവന്റെ തല കുനിഞ്ഞു. അവൻ പറഞ്ഞു, നോ, ജോബ് is a different person. Job is a different man. Job is a holy man. Job is not like any other person. He is not my slave. അവൻ എൻ്റെ അടിമയല്ല. പിതാവ് ചാടി എഴുന്നേറ്റു, കോളർ പൊക്കി. 150 കോടി ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ട് ഒരൊറ്റ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പിശാചിന്റെ മുമ്പിൽ കോളർ പൊക്കുകയാണ്. Did you see my servant Job, an upright and a holy man? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനം കഴിയുമ്പോൾ ഫിലാഡൽഫിയയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പിശാചിനോട് പറയണം, നീ എൻ്റെ മോളെ കണ്ടോ? ശാലോം ഫെസ്റ്റിവലിന് ശേഷം, പഴയത് വിടറാ, ശാലോം ഫെസ്റ്റിവലിന് ശേഷം നീ എൻ്റെ മകളെ കണ്ടോ? ഞായറാഴ്ച വൈകുന്നേരം കഴിഞ്ഞിട്ട് നീ എൻ്റെ മകനെ കണ്ടോ? എൻ്റെ മകളെ കണ്ടോ? ശാലോം ഫെസ്റ്റിവൽ കഴിഞ്ഞ് 6 മാസമായില്ലടാ, നീ എൻ്റെ മകനെ കണ്ടോ? നിന്റെ അടിമയാണോ? എൻ്റെ മകളെ കണ്ടോ? അവൾ ഭർത്താവിനെ വല്ലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു പുതിയ ഹൃദയം. അങ്ങ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയല്ലേ? കർത്താവ് പറയാതെ എസെക്കിയേൽ 36:26 കല്ല് പോലുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇത് പറയിക്കണം. നമ്മളെ നോക്കി നമ്മുടെ ദൈവം അഭിമാനിക്കണം. ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ മോള് പഠിത്തത്തിൽ സാധാരണ ഭയങ്കര ടോപ്പ് പാർട്ടിയൊന്നുമല്ല. പക്ഷെ ചില വീട്ടിലെ കുട്ടികൾ ഇടിവെട്ട് പഠിത്താ. എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കിട്ടിങ്ങിപ്പോവും. പ്രിയപ്പെട്ട, നിങ്ങൾക്കറിയാവും, ഈ പ്രാവശ്യം +2 തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി, ഡോക്ടർ വായിച്ചോന്ന് എനിക്കറിയത്തില്ല, 1250 ഔട്ട് ഓഫ് 1250. കാത്തലിക് സ്കൂളിലാണ് പഠിച്ച സിസ്റ്റേഴ്സ് അല്ല ഇങ്ങനെ നടക്കുക. ഞങ്ങളുടെ മോള 1250 ഔട്ട് ഓഫ് 1250. 2 വർഷവും കൂടെ ഒറ്റ മാർക്ക് പോയിട്ടില്ല. അവർ ആ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു. സ്കൂളിൻ്റെ ഫോട്ടോ, ഈ മോളിങ്ങനെ നിൽക്കുന്നു. എന്താ പ്രിയപ്പെട്ട ചരിത്രമാണ്. ഞാനിത് പറഞ്ഞതെന്നറിയോ? നമ്മൾ കർത്താവിൻ്റെ മകനും മകളായിട്ട് ജീവിക്കുമ്പോണ്ടല്ലോ, ദൈവം പിശാചിനെ നോക്കി ലോകം മുഴുവൻ പാപത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ പേരും ഫോട്ടോയും രൂപവും കാണിച്ചിട്ട് ദൈവം പറയും, എൻ്റെ മോനെ കണ്ടോ? എൻ്റെ മകൻ ടോബിയെ കണ്ടോ? ഹല്ലേലൂയ. എൻ്റെ മകൻ മനോജനെ കണ്ടോ? എൻ്റെ മകൾ മറിയാമ്മയെ കണ്ടോടാ? നീ കണ്ടോടാ? പിശാച് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണരണം. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളാരും 2100 കാണാൻ പോകുന്നില്ല, ഉറപ്പാ. 2100 we will never see. അതിനു മുമ്പ് നമ്മൾ പോകും. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോകും. പിള്ളേർ കാണുമായിരിക്കും, നമ്മൾ പോകും. നമ്മൾ ഓർക്കണം, പോയേ പറ്റൂ. ആരുടെ അടുത്തോട്ട്? we have to decide. ഒരാളുടെ അടുത്തോട്ട് നമ്മൾ പോകും. ആരെയാണോ നമ്മൾ പ്രസാദിപ്പിച്ചത് അയാളുടെ അടുത്തോട്ട് നമ്മൾ പോകും. ആരെയാണോ നമ്മൾ അനുസരിച്ചത് അയാളുടെ അടുത്തോട്ട് നമ്മൾ പോകും. നമ്മൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? 2 പേര് വരും, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഡെവിൾ. 2 പേരും കൂടെ വരികയാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വള്ളിപ്പിടിച്ചിരിക്കും. ജോണിന് ഞാൻ കൊടുക്കേല. എന്തേ ഈ മാമോദീസയിൽ വരുന്ന പരിശുദ്ധാത്മാവ് 98 വയസ്സായ അമ്മച്ചിയെ വിട്ടുപോകാത്തതിൻ്റെ കാര്യം എന്താ പ്രിയപ്പെട്ടവരെ? വിടുകേല. നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു. വിടുകേല, കൊടുക്കേല. തെറ്റിയപ്പറയും കുമ്പസാരിക്ക്. എടാ തോമ, എടാ മത്തായി, സണ്ണി, കുമ്പസാരിക്ക്. വിടുകേല. എന്തിനാണെന്നറിയാവോ? മരിക്കുമ്പോൾ കൊടുക്കേല. നമ്മുടെ ആത്മാവിൽ അവിടെ നിരിക്കുകയാണ്. പിശാച് ഒരു പറയും, don't touch my son, this is my beloved son. Don't touch my daughter, this is my daughter. എൻ്റെ ആടുകളെ എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. കൊടുക്കേല എൻ്റെ പിതാവ്.
ചേർന്ന് നിൽക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചില്ലേ? പാവപ്പെട്ട വ്യക്തികൾ ദൈവത്തെ ആരാധിക്കും. നിങ്ങൾ കാണണം. നാട്ടിലെ എൻ്റെ ധ്യാന ടീമിൽ പാവപ്പെട്ട പിള്ളേരാ, വിദ്യാഭ്യാസം ഇല്ല, വീടില്ല, ഒത്തിരിയേറെ പാവപ്പെട്ട മക്കളാണ്. ചിലപ്പോഴവർ പറയും, ഡോക്ടറെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 2 നേരം ആഹാരം കഴിച്ചിട്ടുള്ളൂ. പക്ഷേ അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന മുറിച്ചെന്നാൽ നമ്മൾ കരയും. അവർ കർത്താവിനെ അപ്പാ എന്ന് വിളിക്കുന്നത് കേട്ടാൽ നമ്മൾ കരയും. സ്നേഹം കണ്ട് ഞാൻ പലപ്പോഴും കരഞ്ഞു പോട്ടു. ഞാൻ ദൈവമേ, നീ എനിക്ക് വാഹനം തന്നു, നീ എനിക്ക് നല്ല വീട് തന്നു, നല്ല ഭാര്യയെ തന്നു, കുഞ്ഞിനെ തന്നു, ജോലി തന്നു. എനിക്ക് ഇവർ സ്നേഹിക്കുന്നതിൻ്റെ പകുതി സ്നേഹിക്കാൻ പറ്റുന്നില്ലോ. കപ്പയും മുളകും അരച്ച് കഴിക്കുന്ന ഇവർ സ്നേഹിക്കുന്നതിൻ്റെ പകുതി എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തന്നില്ലേ? നല്ലതാ. ഇനി നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. നിങ്ങളെല്ലാം ഈ അമേരിക്കയിൽ കൊണ്ടുവന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിച്ചത് പ്രത്യേക പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ, മറക്കരുത്. ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ നേരത്ത് നമ്മുടെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ വിളിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയണം, മോളെ മമ്മി ഇപ്പം അടുത്ത് വിളിച്ച് എന്തിനാണെന്നറിയാവോ? എന്താ മമ്മി? മാതാവ് വന്ന് കട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. മോള് കാണുന്നില്ലല്ലേ? ഇല്ല കാണുന്നില്ല മമ്മി. ഞാൻ കാണുന്നുണ്ട്. കുറേ മാലാഖമാരും വന്നിട്ടുണ്ട്, അതായത് മമ്മിക്ക് പോകാൻ സമയമായി. മോള് അവിടെ വരുമ്പം മമ്മി ആയിരിക്കും മോളെ സ്വീകരിക്കുന്നത് കേട്ടോ. ബായ്. ഒരു ഉമ്മയും കൊടുത്ത് മോളെ വിഷമിക്കണ്ട. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ആത്മീയ മകൻ, കല്യാണം കഴിച്ചിട്ടില്ല പൗലോസ്, തിമോത്തിയെ വിളിച്ചിട്ട് പറയാ, തിമോത്തി, ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. എ ക്രൗൺ ഓഫ് ലൈഫ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ ഇൻ ഹെവൻ. മറ്റൊന്നുമല്ല അവൻ കണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട പൊൻ അൽഫോൻസാമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? ഹയ്യട നല്ല ശേലായിരിക്കുന്നു. പാലാ ഭരണങ്ങാനം ഭാഷയിൽ ഹയ്യട നല്ല ശേലായിരിക്കുന്നു. എന്താ കാര്യം? ഷീ സോ ഹെവൻ. അവൾ സ്വർഗം കണ്ടു, അവൾ കർത്താവിനെ കണ്ടു, അവൾ മാലാഖമാരെ കണ്ടു. അവൾ പറയാം നല്ല ശേലായിരിക്കുന്നു. ആ കണ്ണുകൾ അടഞ്ഞു. കുചദ്രസ്യ പുണ്യാളത്തിൽ അവസാനത്തെ വാക്ക്, ഇതാ എൻ്റെ ആത്മ മണവാളൻ വരുന്നു, ഞാൻ പോകട്ടെ. എന്നെ വിളിക്കാൻ മണവാളൻ വരുന്നു, മണവാട്ടി പോകട്ടെ, ഞാൻ അവിടെ പോയിട്ട് പൂക്കൾ വർഷിക്കും. അന്തോനീസ് പുണ്യാളന്റെ അവസാനത്തെ വാക്ക്, ഇതാ യേശു വരുന്നു, ഇതാ പരിശുദ്ധ മറിയം വരുന്നു. എൻ്റെ അമ്മ എത്ര സുന്ദരിയാണ്, മാലാഖമാരുടെ എണ്ണം എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ഇത് പറയുമ്പോൾ അന്തോനീസിന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. മുറിയിലുണ്ടായിരുന്ന ആരും കർത്താവിനെ കണ്ടില്ല. പക്ഷെ അന്തോനീസിന്റെ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവൻ പറയുന്നത് സത്യമാണ്. ഹിസ് ഫേസ് വാസ് ഷൈനിങ് 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 വിത്ത് ദ ലൈറ്റ് ഓഫ് ഗോഡ്. എന്നിട്ട് അവൻ ബൈ പറഞ്ഞു പോയി. ഇനി കേട്ടോണം, വലിയ ഒരു നിരീശ്വരവാദിയായിരുന്നു ഷോപ്പനേവർ. ഷോപ്പനേവർ മരിക്കാൻ നേരത്തെ അവസാനത്തെ വാക്കിതാണ്, നശിച്ചു നശിച്ചു ഞാൻ നശിച്ചു സർവത്ര തീ. ദൈവം നമ്മളെ വിളിക്കുകയാണ്. അനേക നിരീശ്വരവാദികളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതൊന്നും പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. പേപ്പട്ടി മരിക്കുന്നത് പോലെ മരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. വെപ്രാളം കാണിക്കുക മരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. പലതും കണ്ടിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു.